ഹായ്, വെൽക്കം ടു HM ഗൈഡൻസ്. ഇന്ന് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഭാഗമാണ് ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് പോകാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫാദർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റ് വിളിപ്പേരുകളാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യൻ ബിസ്മാർക്ക്. സർദാർ എന്ന വിളിപ്പേര് നൽകിയത് ഗാന്ധിജിയാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അതുപോലെ തന്നെ അധികാരത്തിലിരിക്കുമ്പോൾ മരണമടഞ്ഞ യൂണിയൻ മിനിസ്റ്റർ അഥവാ ഡെപ്യൂട്ടി മിനിസ്റ്ററാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതായത് ഫസ്റ്റ് യൂണിയൻ മിനിസ്റ്റർ ഓർ ഡെപ്യൂട്ടി മിനിസ്റ്റർ ടു ഡൈ ഇൻ ഹാർനസ് എന്ന് ചോദിച്ചാൽ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ 1991 അദ്ദേഹത്തിന് മരണാനന്തരമായി ഭാരതരത്ന പുരസ്കാരം നൽകപ്പെട്ടു. ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാച്യു ഉണ്ടല്ലോ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്, അത് ഇദ്ദേഹത്തിൻ്റെ പ്രതിമയാണ്. അതായത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ നർമ്മദ ഡിസ്ട്രിക്റ്റിലാണ്. അവിടുത്തെ സാധു ബേട്ട് ഐലൻഡിൽ ആണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 എന്ന ഭാഗത്തിലാണ്. ഈ പാർട്ട് 3 ആണ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ ആൻഡ് കീ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ, കീ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ ഇവിടെ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നത്. അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഐഡിയ നമ്മൾ കടമെടുത്തത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, ബിൽ ഓഫ് റൈറ്റ്സ് ഓഫ് USA. അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റിഷ്യബിൾ ആണ്. ദെൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഗാർഡിയൻസ് എന്നറിയപ്പെടുന്നത് സുപ്രീം കോർട്ടും ഹൈ കോർട്ടുമാണ്. ഒറിജിനലി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 7 എണ്ണം ഉണ്ടായിരുന്നു. 44ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം ആർട്ടിക്കിൾ 31 ഉണ്ടായിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ അത് ലീഗൽ റൈറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അത് ആർട്ടിക്കിൾ 300A ഇപ്പോൾ ലീഗൽ റൈറ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെ നിലവിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എത്ര എണ്ണമാണ്? അപ്പോൾ 6 എണ്ണം. 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നിലവിലുള്ളത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റൈറ്റ് ടു ഇക്വാലിറ്റി, അതായത് സമത്വം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പറയുന്നു. രണ്ടാമത്തത് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 19 to 22. മൂന്നാമത്തതിൽ പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ട്, അത് ആർട്ടിക്കിൾ 23 to 24 പറയുന്നു. നാലാമത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യമാണ് അവിടെ ഉദ്ദേശിച്ചത്, ആർട്ടിക്കിൾ 25 to 28 പറയുന്നു. അഞ്ചാമത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിച്ചത്, ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണത്. ആറാമത്തത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ്സ്, അത് ആർട്ടിക്കിൾ 32 പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അടിയന്തരാവസ്ഥ കാലത്ത് സസ്പെൻഡ് ചെയ്യപ്പെടാറുണ്ട്. അതിൽ തന്നെ ആർട്ടിക്കിൾ 20ഉം 21ഉം ഈവൻ എമർജൻസി പീരിയഡിൽ പോലും സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്നും പറയുന്നു. ദെൻ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ, അതായത് ദ സെഷൻ ഓഫ് INC ദാറ്റ് പാസ്ഡ് റെസൊല്യൂഷൻ ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 1931 കറാച്ചി സെഷനാണ്. ആ സെഷൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു ഇക്വാലിറ്റി. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് അതിനകത്തുള്ളത്. ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നാണ്.
നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന ഒരു ആശയമാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ഒരു ആശയം ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്. AB ഡയസി എന്ന ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷണൽ തിങ്കറാണ് റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച എന്ന കൺസെപ്റ്റ് പോപ്പുലറൈസ് ചെയ്തത്. ഇതിനൊരു കോഡ് നോക്കാം. ഒരു നല്ല നിയമമാണേൽ എല്ലാവരെയും സമന്മാരായി കാണും. ഒരു നല്ല 1 4 14 കിട്ടിയില്ലേ? നിയമമാണേൽ എല്ലാവരെയും സമന്മാരായി കാണും. ഈക്വൽ ബിഫോർ ദ ലോ കണക്ഷൻ കിട്ടിയല്ലോ. അടുത്തതാണ് ആർട്ടിക്കിൾ 15. അതിനകത്ത് പറയുന്നത് വർണ്ണവിവേചനം, ജാതി വിവേചനം, ലിംഗവിവേചനം എന്ന് തുടങ്ങി പ്ലേസ് ഓഫ് ബർത്ത് മുതലായ എല്ലാ കാര്യങ്ങളിലും വിവേചനം ആരെങ്കിലും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിരോധിക്കണം, പ്രൊഹിബിറ്റ് ചെയ്യണം എന്നാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. അതിനൊരു കോഡ് നോക്കാം. ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നവർക്ക് ഒരു പഞ്ച് കൊടുക്കണം. ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നവർക്ക് ഒരു പഞ്ച്. 1 പാഞ്ച്. പാഞ്ച് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എന്താണ്? 5 അപ്പോൾ 1 5 15 പറയുന്നതെന്ന് കിട്ടിയില്ലേ? ആർട്ടിക്കിൾ 16 പറയുന്നത് പൊതു നിയമനങ്ങളിലെ അവസര സമത്വമാണ്. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ് പറയുന്നത്. അതായത് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം ആർട്ടിക്കിൾ 17 തന്നെയാണ്. ഇനി പണ്ട് കാലത്ത് അയിത്തം കൽപ്പിച്ചിരുന്ന ആ ഒരു കാലത്ത് തമ്പ്രാക്കന്മാര് കീഴാളന്മാരോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഒന്ന് എഴുന്നേറ്റ് പോവുക അല്ലെ? 1 എഴുന്നേറ്റ്. അപ്പൊ 1 7 17 17 അയിത്തത്തിനെ കുറിച്ച് ഉള്ള കാര്യം പ്രതിപാദിച്ചത് എന്ന് കിട്ടിയില്ലേ? ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എക്സെപ്റ്റ് മിലിറ്ററി ഓർ അക്കാഡമിക് ആണ് പറയുന്നത്. അതായത് ബഹുമതികൾ നിർത്തലാക്കൽ. സെക്കൻഡ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു ഫ്രീഡം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ആർട്ടിക്കിൾ 19 6 ഫണ്ടമെന്റൽ ഫ്രീഡംസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ 19A ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം. ഇതിനകത്ത് തന്നെയാണ് ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾക്കുള്ള ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചും പ്രതിപാദിപ്പിച്ചിട്ടുള്ളത്. അത് വേറെയായിട്ട് പറഞ്ഞിട്ടില്ല. 19A തന്നെ ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. 19B ടു അസംബിൾ പീസ്ഫുള്ളി, അതായത് സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. 19C സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം പറഞ്ഞിരിക്കുന്നു. 19D സഞ്ചാര സ്വാതന്ത്ര്യം, ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ഇന്ത്യ. 19E ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 19F അത് ഇതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 19G അടുത്തതുള്ളത്. 19G ശ്രദ്ധിക്കുക. ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ടു ക്യാരി ഓൺ എനി ഒക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്, മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇത്രയുമാണ് 6 ഫണ്ടമെന്റൽ ഫ്രീഡംസ്. ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആർബിട്രറി ആൻഡ് എക്സസീവ് പണിഷ്മെന്റ് ടു ആൻ അക്യൂസ്ഡ് പേഴ്സൺ, അതായത് കുറ്റവാളിയെ ആർബിട്രറി എന്ന് പറഞ്ഞാൽ തോന്നിയ രീതിയിലുള്ള ആൻഡ് എക്സസീവ് കൂടിയ തോതിലും ഉള്ള പണിഷ്മെന്റിൽ നിന്നും സംരക്ഷിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. ഇത് 3 രീതിയിലാണ് സംരക്ഷണം നൽകുന്നത്. ഒന്നാമത്തത് നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ. നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ. ക്രിമിനൽ നിയമം പാസ്സാക്കുമ്പോൾ കമ്മീഷൻ ഓഫ് ആക്ട്, അതായത് കുറ്റകൃത്യത്തിന്റെ സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ് കുറ്റവാളിയുടെ മേൽ ചുമത്തപ്പെടാൻ പാടില്ല. സെക്കൻഡ് വൺ നോ ഡബിൾ ജിയോപാർഡി. നോ ഡബിൾ ജിയോപാർഡി. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. മൂന്നാമത്തത് നോ സെൽഫ് ഇൻക്രിമിനേഷൻ. നോ സെൽഫ് ഇൻക്രിമിനേഷൻ. ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ഇത്രയുമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതായത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം ആണ് പറയുന്നത്. 21A പറയുന്നത് എന്താണ്? ദ സ്റ്റേറ്റ് ഷാൾ പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഓഫ് ഏജ് 6 to 14 years. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീയും കമ്പൽസറിയുമായിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകാൻ ആര് ബാധ്യസ്ഥമാണ്? സ്റ്റേറ്റ് തന്നെ ബാധ്യസ്ഥമാണ്.
Then, right to education became a fundamental right by the 86th Constitutional Amendment Act of 2000 to 93rd Bill. അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറിയത് 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്. ഈ ഒരു അമെൻമെന്റ് പ്രകാരം ആർട്ടിക്കിൾ 21A ഇൻസേർട്ട് ചെയ്യപ്പെട്ടു കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത്. ഓക്കെ, അതായത് 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ് ആർട്ടിക്കിൾ 21A കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടത് എന്നാണ് പറയുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷണൽ ആക്ട് പാസ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 26ാമത്തെ ഓഗസ്റ്റ് 2009, 26ാമത് ഓഗസ്റ്റ് 2009 പാർലമെന്റ് പാസ്സാക്കിയ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത്, അതായത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1. Article 22, it provides protection against arbitrary arrest and detention. അതായത് ആർബിട്രറി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, തോന്നിയ പോലെയോ അല്ലെങ്കിൽ നിയമനിബദ്ധമല്ലാത്ത രീതിയിലോ ഉള്ള അറസ്റ്റും അതുപോലെ ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ തടങ്കൽ, അതിനെതിരെയുമുള്ള സംരക്ഷണം പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 22 പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ നിയറസ്റ്റ് മജിസ്ട്രേറ്റിന് മുമ്പിൽ 24 മണിക്കൂറിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ, അതായത് കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ആർട്ടിക്കിൾ 22. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമം അനുസരിച്ച് അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണെന്ന് അറിയോ? AKG. ഓക്കെ, വിചാരണ കൂടാതെ പരമാവധി ഒരു വ്യക്തിയെ കരുതൽ തടങ്കലിൽ 3 മാസം വരെ വയ്ക്കുവാൻ കഴിയുമെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. മൂന്നാമതായി പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അഥവാ ചൂഷണത്തിനെതിരായ അവകാശമാണ്. ആർട്ടിക്കിൾ 23 മുതൽ 24 വരെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 23 പറയുന്നത് എന്താണ്? പ്രൊഹിബിറ്റ്സ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതർ സിമിലർ ഫോംസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ. അതായത് നിർബന്ധമായി തൊഴിലെടുപ്പിക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും മനുഷ്യക്കടത്തിനെയും പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 ആവട്ടെ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ 14 ഇയേഴ്സ് ഓഫ് ഏജ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് പണികളൊന്നും ചെയ്യിപ്പിക്കരുത്, അതായത് ചൈൽഡ് ലേബർ ചെയ്യിപ്പിക്കരുത് എന്നാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കാൻ ഒരു കോഡ് പറയാം. 24 മണിക്കൂറും ബാലന്മാരെ കൊണ്ട് വേല ചെയ്യിപ്പിക്കരുത്. 24 മണിക്കൂറും ബാലന്മാരെ കൊണ്ട് വേല ചെയ്യിപ്പിക്കരുത്. അപ്പൊ ബാലവേല നിരോധനം 24 പറയുന്നത്. ആർട്ടിക്കിൾ 24 ബാലവേല നിർത്തലാക്കലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ബാലവേലയെ കുറിച്ച് കുറച്ചുകൂടെ പോയിന്റ്സ് നോക്കാം. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റഗ്മാർക്ക്. റഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്ന പേരിലാണ്. റഗ്മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യക്കാരൻ കൈലാഷ് സത്യാർത്ഥിയാണ്. ബാലവേല തടയുന്നതിനായി 1980 കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ച സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. 2014 സമാധാന നോബൽ പുരസ്കാരം മലാല യൂസഫ്സായിയോടൊപ്പം പങ്കിട്ടത് കൈലാഷ് സത്യാർത്ഥിയാണ്. വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ആയിട്ട് ആചരിക്കപ്പെടുന്ന ദിനം ജൂൺ 12. അടുത്തതായി പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഇതിനകത്ത് വരുന്നത്. ആർട്ടിക്കിൾ 25 പറയുന്നത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫഷൻ ചെയ്യാനും ആ മതം പ്രൊപ്പഗേറ്റ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 26 പറയുന്നത് റിലീജിയസ് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഫ്രീഡത്തെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 27 പറയുന്നത് ഒരു പർട്ടിക്കുലർ മതത്തിന്റെ ഉന്നമനത്തിന് മാത്രമായിട്ട് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഒരു പർട്ടിക്കുലർ മതത്തിന്റെ ഉന്നമനത്തിന് മാത്രമായിട്ട് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ആർട്ടിക്കിൾ 28 പറയുന്നത് freedom as to attendance at religious instruction or religious worship in certain educational institutions. അതായത് റിലീജിയസ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഈ റിലീജിയസ് വേർഷിപ്പിൻ്റെ അകത്ത് നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ള ഫ്രീഡം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 28.
നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ് ഇസ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ് ഇതിനകത്ത് വരുന്നത്. ആർട്ടിക്കിൾ 29 പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആണ്, അതായത് ന്യൂനപക്ഷ വിഭാഗക്കാരുടെ താൽപ്പര്യങ്ങളുടെ സംരക്ഷണം. ആർട്ടിക്കിൾ 30 പറയുന്നത് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനുമുള്ള അവകാശം. അതാണ് ആർട്ടിക്കിൾ 30 പറയുന്നത്. ഇനി ഇങ്ങനെ ചോദിച്ചാൽ, അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടന ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. ഓക്കെ. ആറാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 ഇതിൽ മെയിനായിട്ട് പറയുന്നത്. Then the Supreme Court is called as the guardian of fundamental rights. Dr. Ambedkar called Article 32 as the fundamental of fundamental rights and the heart and soul of Constitution. അതായത് ഡോക്ടർ അംബേദ്കർ ആണ് ആർട്ടിക്കിൾ 32 ഫണ്ടമെന്റൽ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നും അതുപോലെ തന്നെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ താക്കൂർ ദാസ് ഭാർഗവ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് പ്രിയാമ്പിളിനെയാണ്. ഈ പോയിന്റ് നോട്ട് ചെയ്യണം. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. റിട്ടുകൾ എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. സുപ്രീം കോർട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 വെച്ചാണ്. Without Article 32, entire list of fundamental rights becomes meaningless. അതായത് മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുന്നത് ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 32 ഇല്ലായിരുന്നെങ്കിൽ എൻറ്റയർ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് മൗലിക അവകാശങ്ങൾ തന്നെ മീനിങ്ലെസ് ആയി പോയേനെ, അർത്ഥശൂന്യമായി പോയേനെ എന്നാണ് പറയുന്നത്. പിന്നീട് ഹൈക്കോർട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 വെച്ചിട്ടാണെന്ന് പറയുന്നു. 5 തരം റിട്ടുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഹേബിയസ് കോർപ്പസ്, സെക്കൻഡ് സെർഷ്യൂറാറി, തേർഡ് വൺ പ്രൊഹിബിഷൻ, ഫോർത്ത് വൺ മാൻഡമസ്, ഫിഫ്ത്ത് വൺ കോ വാറന്റോ. ഹേബിയസ് കോർപ്പസിൽ എന്താണ് പറയുന്നത്? യു മേ ഹാവ് ദ ബോഡി എന്നാണ് ആ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. അതായത് ശരീരം ഏറ്റെടുക്കാം. അന്യായമായ രീതിയിൽ തടങ്കലിൽ വെച്ച ഒരു വ്യക്തിയെ ഹാജരാക്കാൻ വേണ്ടി പറയുന്നതാണ് ഹേബിയസ് കോർപ്പസിനകത്ത് വരുന്നത്. സെർഷ്യൂറാറി, അതിന്റെ മീനിങ് ടു ബി സർട്ടിഫൈഡ്, സാക്ഷ്യപ്പെടുത്തൽ. കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് ഒരു കേസ് മാറ്റുന്നതിന് വേണ്ടിയുള്ള റിട്ടാണ് സെർഷ്യൂറാറി. മൂന്നാമത്തേത് പ്രൊഹിബിഷൻ. അത് സിംപ്ലി ഇറ്റ് മീൻസ് ടു സ്റ്റോപ്പ്, നിർത്തിവെക്കാൻ വേണ്ടി പറയുന്നത്. അതായത് പോപ്പുലർലി കോൾഡ് ആസ് സ്റ്റേ ഓർഡർ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കീഴ്ക്കോടതി അധികാര പരിധി ലംഘിച്ചാൽ അത് തടയുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. നാലാമത്തേത് മാൻഡമസ്. മാൻഡമസിന്റെ മീനിങ് വി കമാൻഡ്, നാം കൽപ്പിക്കുന്നു. സ്വന്തം കർത്തവ്യം ചെയ്യുന്നതിന് വേണ്ടി കോടതി ഒരു ഉദ്യോഗസ്ഥനോടോ സ്ഥാപനത്തോടോ കമാൻഡ് ചെയ്യുന്നതാണ് മാൻഡമസ് റിട്ടിൽ പറയുന്നത്. ഫിഫ്ത്ത് വൺ കോ വാറന്റോ. കോ വാറന്റോ, ദാറ്റ് ഇസ് ബൈ വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിൽ, എന്ത് അധികാരത്തിലാണ് എന്നാണ് ഈ ക്വോ വാറന്റോ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്നും ഒരു വ്യക്തിയെ തടയുന്ന റിട്ടാണ് കോ വാറന്റോ. ഇത്രയുമാണ് 5 റിട്ടുകൾ. ദ ആർക്കിടെക്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരവും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. 1931 കറാച്ചി സെഷനിലാണ് റെസല്യൂഷൻ ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് പാസ് ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഈ ഒരു പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. അതായത് 1931 കറാച്ചി സെഷന്റെ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. പാർട്ട് 3 സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നും വിളിക്കപ്പെടുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നൊരു 7ാമത്തെ റൈറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് അത് ഡിലീറ്റ് ചെയ്യപ്പെട്ട് ഇപ്പോൾ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നിലവിലുള്ളത് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ ഒരു റൈറ്റ് ടു പ്രോപ്പർട്ടി ഒഴിവാക്കപ്പെട്ടത് 1978 1978
അപ്പം ഇത്രയുമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ഒരു ഭാഗത്തിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.